ആൻഡ് ഗ്രൂപ്പ് ഡി ഈസ് അണ്ടർ റേറ്റഡ്. കാരണം ഇത് മറ്റുള്ള ഗ്രൂപ്പുകളാണ് കാര്യമില്ല. എക്സാമ്പിൾ, പോർച്ചുഗൽ ഗ്രൂപ്പ് എടുത്താൽ പോർച്ചുഗൽ ഗ്രൂപ്പിൽ പോർച്ചുഗലുണ്ട്, കൊളംബിയ ഉണ്ട്, പിന്നെ കോങ്കോ ഉണ്ട്, പിന്നെ ആഫ്രിക്കൻ നൈസ് ടീമാണ്, പിന്നെ ഉസ്ബെക്കിസ്ഥാൻ ഡെബ്യൂട്ടൻസ് ആണ്. അതുപോലെയാണ് ബ്രസീലിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെ ഗ്രൂപ്പും. ഈ എല്ലാ ഗ്രൂപ്പിലും 2 സൂപ്പർ പവേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് ടീംസും, പിന്നെ ഒരു മിഡ് റേഞ്ച് ആവറേജ് എബോ ആവറേജ് ടീമും, പിന്നെ ഒരു ബിലോ ആവറേജ് ടീമുമാണുള്ളത്. 90-95% ഷുവറാണ് ഈ എല്ലാ ഗ്രൂപ്പിൽ നിന്നും ടോപ്പ് 2 ടീംസിനുള്ള ടീം തന്നെ ക്വാളിഫൈ ആവും എന്നുള്ളത്. അവിടെയാണ് ഗ്രൂപ്പ് ഡിയുടെ പ്രത്യേകത. ഈ ഗ്രൂപ്പിൽ ടോപ്പ് എല്ലാ ടീംസും ഇല്ല, മാസീവ് അണ്ടർഡോഗ്സും ഇല്ല. എല്ലാം മിഡ് റേഞ്ച് പോസിബിൾ ഡാർക്ക് ഹോഴ്സസ് ആണുള്ളത്. ഓസ്ട്രേലിയ, പരാഗ്വേ, ടർക്കി, USA ഈ 4 മിഡ് റേഞ്ച് ടീംസാണ് ആർക്ക് വേണമെങ്കിലും ക്വാളിഫൈ ആവാം. അതിനകത്ത് USA എടുത്താൽ പൊച്ചിനോയുടെ അണ്ടറിൽ ഒരു ഗ്രേറ്റ് അറ്റാക്കിംഗ് പ്രസിംഗ് ഫുട്ബോളാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെ 4 ഗോൾ പാരാഗ്വേയുടെ പോസ്റ്റ് അടിച്ച് കയറ്റുകയും ചെയ്തു. പിന്നെ ഓസ്ട്രേലിയ ഓഫ്കോഴ്സ് ഏഷ്യയിലെ ടോപ്പ് 5 ബിഗസ്റ്റ് ടീംസിൽ ഒന്നാണ്. ജപ്പാനും സൗത്ത് കൊറിയയും കഴിഞ്ഞാൽ പിന്നെ ഇറാനും ഓസ്ട്രേലിയയാണ്. പിന്നെ ടർക്കി. അവർ കളിക്കുന്ന ടൂർണമെൻ്റ് എല്ലാം ആ ടൂർണമെൻറ്റിലെ ഡാക്കോസായിട്ട് കണക്കാക്കുന്ന ടീമാണ്. മാസീവ്ലി അൺപ്രഡിക്റ്റബിൾ ടീമാണ് അവർ. പിന്നെ പരാഗ്വേ. കഴിഞ്ഞ സൗത്ത് അമേരിക്കൻ ക്വാളിഫയേഴ്സിൽ പ്രത്യേകിച്ച് ഈ കോച്ച് ഗുസ്റ്റാവോ അൽഫാറോ വന്നതിന് ശേഷം അർജന്റീനയും ഉറുഗ്വേയും ബ്രസീലിനെയും അടിച്ച് ആ ലീഗിലെ സെക്കൻഡ് മോസ്റ്റ് ബെസ്റ്റ് ഡിഫൻസീവ് റെക്കോർഡായിട്ടാണ് ക്വാളിഫൈ ചെയ്തത്. അവരുടെ പോസ്റ്റിലാണ് USA 4 അടിച്ച് കയറ്റിയത്. അതുകൊണ്ട് മാസീവ്ലി അൺപ്രഡിക്റ്റബിൾ ഗ്രൂപ്പാണിത്. ഇതിനകത്ത് എനിക്ക് ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുള്ള ടീമെന്ന് തോന്നുന്നത് USA യും ഓസ്ട്രേലിയയാണ്. അവർക്കാണ് ഇച്ചിരി അപ്പർ ഹാൻഡ് ഉള്ളത്.